നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് മാഞ്ചസ്റ്റർ ക്നാനായ കാത്തലിക് അസോസിയേഷൻ്റെ വിശേഷങ്ങളായിരുന്നു. ആ ചർച്ച ഇവിടെ തുടരുക. നമ്മുടെ യങ്സ്റ്റേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോണ കുട്ടികളാണല്ലോ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലാവണം. നിങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു മലയാളം പറയാറുണ്ടെന്ന് തോന്നുന്നു. എന്ത് പറയുന്നു? ഞങ്ങൾ സത്യം പറഞ്ഞാൽ മലയാളമേ പറയാറുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നവർ വളരെ കുറവാണ്, അതും ചെറിയ കുട്ടികളൊക്കെ. പക്ഷെ അവർ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഞങ്ങൾ എപ്പോഴും മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിലൂടെ കുഞ്ഞു കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതും അതാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നിലനിർത്തണം. അത് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് സംസാരത്തിലൂടെയാണ്. അതിലൂടെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ നിലനിർത്തണം. മലയാള ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലും ധാരാളം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് കുട്ടികൾക്ക് തോന്നാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ തീർച്ചയായിട്ടും ആ ജനറേഷൻ ഇംഗ്ലീഷ് പറയുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമായിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ പേരൻസ് വിചാരിച്ചിരുന്നത്. അതെ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കുട്ടികൾ മലയാളം പറയുന്നത് എല്ലാ പേരൻസും വളരെ അഭിമാനത്തോടെ അത് സ്വീകരിക്കുകയും അത് മലയാള ഭാഷ ശരിക്കും പഠിക്കുവാൻ വേണ്ടി അവർ പേരൻസ് കുട്ടികളെ ശരിക്കും എൻകറേജ് ചെയ്യുകയും ചെയ്യുകയാണ്. കേരളത്തിലാണോ യു കെയിലാണോ? തീർച്ചയായിട്ടും വിദേശത്ത്, ഏത് വിദേശത്തായാലും സ്വന്തം കുട്ടികൾ മലയാളം പഠിക്കാൻ വേണ്ടി പേരൻസ് എന്തോ ഒരു സ്ട്രഗിൾ ചെയ്യാവോ അത് അത്രയും സ്ട്രഗിൾ വീട്ടിലിരുന്നാണെങ്കിലും മലയാളം പഠിപ്പിക്കുകയും പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുമായി മലയാളമേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കണം, എന്തെങ്കിലും മലയാളം പഠിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലമാണ്. പണ്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലം മാറി ഇന്ന് വിദേശികളായി നമ്മുടെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ മലയാളം സംസാരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. നേരത്തെ താങ്കൾ പരാമർശിച്ച ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. താങ്കൾ നേരത്തെ പറയണ്ടായി നാട്ടിൽ ഇപ്പം കുട്ടികളെല്ലാം തന്നെ ഇംഗ്ലീഷ് പറയാൻ സംസാരിക്കുന്നു. അപ്പം ഇവിടെ വിദേശത്ത് താമസിക്കുന്ന കുട്ടികൾ ഇപ്പോൾ മലയാളം പറയാൻ ശ്രമിക്കുകയും മലയാളം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു ഇറ്റ് ഈസ് ആൻ ഐ ഓപ്പണർ. കേരളത്തിലുള്ള കുട്ടികൾക്ക് അതൊരു വളരെ മാതൃകാപരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളെ കുട്ടികളുടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുള്ളത് പറയുകയാണെങ്കിൽ, നമ്മൾ മലയാളം പറയുന്ന കുട്ടികൾ നാട്ടിൽ പോകാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അതിനൊരു അത്ര താല്പര്യം കാണുന്നതായിട്ട് തോന്നുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ ഇത്തിരി പ്രായമായ ആൾക്കാരുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ മലയാളം പറയുന്ന കുട്ടികൾക്ക് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമായിട്ട് കളിച്ച് നടക്കുന്ന ഈ സ്കൂൾ ഹോളിഡേയുടെ ഓർമ്മകൾ അവർ വീണ്ടും വീണ്ടും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വിദേശത്തു നിന്ന് കുട്ടികൾ നാട്ടിൽ പോകുമ്പോൾ മലയാളം അറിയാവുന്ന കുട്ടികൾ പോകുന്ന അത്രത്തോളം വെറും ഇംഗ്ലീഷ് മാത്രം പറയുന്ന കുട്ടികൾ എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് തോന്നാറുള്ളത്. ഇതിൻ്റെ മെമ്പേഴ്സിന് ഈ സംഘടനയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മെമ്പേഴ്സിന് ഇപ്പോൾ പറയാനുള്ളത്, ഇതൊരു നല്ല അച്ചടക്കമുള്ളൊരു സംഘടനയാണിത്. ഇതിന് പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ ട്രഷററുണ്ട്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നു. അതിൻ്റെ കൾച്ചർ ഇപ്പോൾ മാറ്റണ്ട ഇല്ല, ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. അപ്പോൾ അതിനോടുപരി തന്നെ ഇപ്പോൾ ഈ സംഘടന എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സംസ്കാരവുമായിട്ട് ഇഴുകി ചേരുന്നതിനോടൊപ്പം കേരളത്തിലെ നമ്മുടെ സംസ്കാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മാറി നിന്ന് അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട്. അല്ല, അതിന് ഈ സംഘടനകൾ ഒരുപാട് ഉപകരിക്കുന്നുണ്ടല്ലോ. ഒത്തിരി ഉപകരിക്കുന്നുണ്ട്. ഇതുപോലെ കുട്ടികൾക്ക് ആ സംഘടനയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുവാനും അവരോട് കൂടുതൽ സംസ്കാരപ്പെടുക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ പുറമേലേക്ക് പോകാതെ ആ സംഘടനയിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ചാൻസ് കിട്ടുന്നതുകൊണ്ട്. അല്ല, ഈ മിങ്കിൾ ചെയ്യാത്ത ആൾക്കാർ ഈ ഒറ്റയ്ക്ക് ജോലിക്ക് പോവുക, വീട്ടിൽ വന്നിരുന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ തലയിൽ കൂട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വല്ല സംഘടനയിൽ പോയി ഗ്രൂപ്പായിട്ടിരിക്കുന്നതാണെന്ന് തോന്നാറുണ്ടോ? ഒത്തിരി അതാണ് ഈ സംഘടനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ സംഘടനകളുള്ളപ്പോൾ ഇപ്പോൾ ഒരാളിങ്ങനെ വേറെ ഒന്നുമില്ലാതെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഇങ്ങനൊരു സംഘടനകളുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ സംഘടനയുള്ള ആൾക്കാർ അവരോട് സംസാരിച്ച് അവരോട് കൂടുതൽ സംസ്കൃതപ്പെട്ട് അവരുടെ ആ കാര്യത്തിലേക്ക് മിങ്കിൾ പെടുമ്പം അവരുടെ ആ ഏകാന്തത മാറി അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു എനർജി ആയിരിക്കും. അതെ, ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു എനർജിയാണത്. താങ്കൾ ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആണല്ലോ. ഏതെല്ലാം പ്രവർത്തന മേഖലയിലാണ്
താങ്കളുടെ കരവിരുത് കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ ആബ്സൻസ് മാത്രമാണോ ജോലി, അതാ മറ്റു കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാറില്ല? ഇല്ല, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകണം. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലയിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. മീൻസ് ഇവിടെയുള്ള എല്ലാ ജ്ഞാനായ മക്കൾക്കും വേണ്ട അത്ര കമ്മ്യൂണിക്കേഷൻ അവരിലേക്ക് എത്തിക്കുകയും അവരിൽ നിന്ന് വേണ്ട എല്ലാ അഡ്വൈസും സ്വീകരിക്കുകയും ആ അഡ്വൈസ് സ്വീകരിച്ച് അത് ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യുക. ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും മീൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൂടെ ഒരു അസോസിയേഷനെ കൊണ്ടുപോവുക, അതിനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മലയാളം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപോലെ സംസാരിക്കാം. പിന്നെ ഈ ഉള്ള ഗ്രൂപ്പിൽ ഏറ്റവും മൂത്ത ഞാനാണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ബന്ധമുണ്ട്, മൂത്തവരും ഇളയവരും തമ്മിലുള്ള ഒരു യൂണിറ്റി ഉണ്ട് എല്ലാവരും തമ്മിൽ. പിന്നെ ഒരുപക്ഷെ അതൊരു പ്രധാന കാരണമായിരിക്കണം. ഇപ്പോൾ മൂത്ത ഒരാൾ പറയുമ്പോഴത്തേക്ക് കൊച്ചുകുട്ടികൾ കേൾക്കുന്ന കണക്ക്, അപ്പോൾ അവരെ ഗ്രൂപ്പിൽ എൽഡറാണല്ലേ? അതെ അതെ, കേൾക്കും എന്ന് പറഞ്ഞാൽ കേൾക്കും, ഇല്ലെന്നില്ല. പക്ഷേ അതെ, ഏറ്റവും മൂത്താണ്. അപ്പം ആ ഒരു എന്താ പറയുക, അതൊരു മാതൃകയാണ് കുട്ടികൾക്ക്. അവരിൽ മുതിർന്ന ഒരാൾ ചെയ്യുന്ന വഴി ഫോളോ ചെയ്യുന്നതാവാം, ഒരു പക്ഷേ വഴി കാട്ടിക്കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഒരുമയിൽ വളർന്നതുകൊണ്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പ് വിട്ടു പോകത്തില്ല. എല്ലാവരും പേരൻസിനെ സ്നേഹിക്കാനും അവരുടെ എന്താ പറയുക വാത്സല്യം മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവുള്ള കുട്ടികളായി വളർന്നു എല്ലാവരും. അപ്പോൾ അവർക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും വന്ന് പറയാറുണ്ടോ? തീർച്ചയായിട്ടും വന്ന് പറയാറുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് മാത്രമെന്നല്ല, ഇവിടെ ബാക്കിയുള്ള കുട്ടികളുണ്ടെങ്കിലും എല്ലാവരുമായിട്ട് പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്യാറുണ്ട്. മൂത്തവർ ഇടപെടേണ്ടാണെങ്കിൽ അവർ അറിയിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ആ ഷെയറിംഗ് ആയിരിക്കും ഇവരെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം എല്ലാവർക്കും ആ ഒരു ഈസിനെസ് ഉള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനായിട്ടും പിന്നെ ഇപ്പോൾ ഈ ഷോ നടത്താനായിട്ടാണെങ്കിലും എല്ലാവരും ഇതിന് കയറാനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇത് അങ്ങനെ വിജയമാക്കാനായിട്ട് അങ്ങനെ കയറണമെങ്കിൽ എല്ലാവരും തമ്മിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നടക്കില്ലല്ലോ. അപ്പോൾ ഈ സംഘടനകൾ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനകളെല്ലാം തന്നെ കുട്ടികളുടെ ഭാവി അതെല്ലാം ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ സംഘടനകളിലുള്ള ഏറ്റവും വലിയൊരു മെച്ചം ഞാൻ നോക്കിയിട്ട് കുട്ടികൾക്ക് വേറൊരു നശീകരണ പ്രവർത്തനത്തിനും പോകാൻ സമയമില്ല. അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എപ്പോഴും ചെയ്യാനുണ്ട്. അവർ എൻഗേജ്ഡാണ്. വേറെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തന്നെ സമയമില്ല. എക്സാമും പിന്നെ ഇങ്ങനെ പരിപാടികൾക്ക് ആക്ടിവിറ്റീസിൽ അവർ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് വേറെ ഒരു നശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണാമല്ലോ, സ്ട്രീറ്റിൽ കുട്ടികൾക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ കാറിനും വീടിനും ഒക്കെ കല്ലെറിഞ്ഞും മറ്റുള്ള നശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ പിള്ളേർ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ കാണുന്നേ ഇല്ല, അങ്ങനെ കേൾക്കുന്ന പോലും ഇല്ല. ഇത് സംഘടനയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ്. അത് ചെറിയ ഫാമിലി കൂട്ടായ്മയാണെങ്കിലും വലിയ ഫാമിലി കൂട്ടായ്മയാണെങ്കിലും ചെയ്യുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ ഗ്രൂപ്പായിട്ട് നിർത്തുകയും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ഞങ്ങളിവിടെ ഡയറക്ടറി ഇറക്കിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാനും ടെലിഫോൺ നമ്പരും എല്ലാ അഡ്രസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെ തമ്മിൽ പരിചയപ്പെടാനും പുതിയ ആൾക്കാരെ അറിയാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഏരിയയിൽ മാഞ്ചസ്റ്റർ നോർത്ത് വെസ്റ്റിലെ മുഴുവൻ ആൾക്കാരുടെ ഉണ്ട്, ബോൾട്ടൺ സൈഡിലുള്ള എല്ലാവരും അങ്ങനെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അത് അവരെല്ലാം ഫോട്ടോ എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പിള്ളേരൊന്നും ചിലപ്പോൾ അറിയത്തില്ല, നമുക്ക് കാരണന്മാരെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇന്ന ആളുടെ മകളാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ മോനാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ. അതിലാണെങ്കിലും ഞങ്ങൾ അതിനൊരു താല്പര്യമുള്ളവരല്ല, പക്ഷേ ഇവരെ ഈ നിമിഷ പോലെ ഉള്ളവരാണ് അതിനെ എൻകറേജ് ചെയ്ത് ഞങ്ങൾ ഇതിനകത്തോട് കൊണ്ടുവരും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് പറയത്തില്ല, ഒരിക്കലും ഞങ്ങൾ ഓക്കെ എന്ന് പറയുകയാണ്. നമുക്കൊന്നും അറിയത്തില്ല, ഒരു സ്റ്റെപ്പ് പോലും അറിയത്തില്ല, അത് ഏറ്റവും ദിവസമായിട്ട് പറഞ്ഞു തരും. അല്ല, ഇത് ഇന്നത്തെ നിങ്ങളുടെ ഫംഗ്ഷൻ കണ്ടപ്പോൾ മുതിർന്നവരോട് ഡാൻസ് അത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇരിക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അങ്ങ് ഇറങ്ങുമോ, നമുക്കൊന്നും അറിയത്തില്ല. നമുക്കിന്ന് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നീളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ.
പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിനി തിമൃതൈ കുട്ടനാടൻകായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. ഒരു വർഷം മുമ്പ് ഇവിടെ യുവജനോത്സവം നടത്തി എല്ലാം വളരെ വിജയമായി കൊണ്ടുപോയി. അത് പിള്ളേർക്ക് കൂടുതൽ ഓൾ ഓവർ UK-യിൽ എല്ലാ UK-യിൽ നിന്നുള്ള എല്ലാ പിള്ളേരും പങ്കെടുത്തിരുന്നു. അത് വളരെ വിജയമായി. അങ്ങനെ കൂടുതൽ കുട്ടികൾക്കുള്ള അറിവുകൾ. ഏഷ്യനെറ്റും അത് ചെയ്യാറുണ്ടല്ലോ, എല്ലാ വർഷവും ഏഷ്യനെറ്റ് യൂറോപ്പ് ടാലൻറ്റ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്, കാണാറുണ്ടല്ലോ. ഏഷ്യനെറ്റ് യൂറോപ്പ് ടാലൻറ്റ് കോൺടെസ്റ്റ് വന്നിട്ട് പല പ്രാവശ്യം അവാർഡുകൾ വാങ്ങിയ കുട്ടികൾ ഇവിടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് യൂറോപ്പ് ടാലൻറ്റ് കോൺടെസ്റ്റിൽ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജൂനിയർ ഗ്രൂപ്പിലെ ഫസ്റ്റ് പ്രൈസ് സിനിമാറ്റിക് ഡാൻസിൽ വാങ്ങിച്ചു. സിംഗിൾ ഡാൻസ്, ഭരതനാട്യം, ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷയാണ് ഇതിനെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ കലാതിലകമായിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് അഭിമാനിക്കാൻ പറ്റുന്നതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MKCA ഇപ്പോൾ അഡൾട്ട്സ് എങ്ങനെയാണോ പിള്ളേർക്ക് സംഘടന നേതൃത്വം കൊടുക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ KCA പിള്ളേരും അത് കണ്ട് അതുപോലെ അവർ പ്രസിഡന്റും സെക്രട്ടറിയും എങ്ങനെ ഒരു സംഘടനയെ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കൊരു മാതൃകയാണ് യൂത്തിന്. അവരത് കോർഡിനേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഇവിടെ ഞങ്ങൾക്ക് വേദപാഠ ക്ലാസ് ഉണ്ട്, അതിൻ്റെ ആനുവൽ ഡേയും ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ടീനേജേഴ്സാണ് അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യണമെന്നും അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നും. ഈവൻ സ്റ്റേജിൽ അവർക്ക് പ്രസംഗം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് ഫിയർ ഇല്ല. അതിൻ്റെ ആ അഡൾട്ട്സ് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളുടെ യുവജനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് അവർക്കൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം അവർ അതിലേക്ക് സജ്ജമാക്കിയല്ലേ ചെയ്യുന്നത്. അവരത് കണ്ട് വളരുന്നുണ്ട്. അതിൽ ഞങ്ങളും വളരെ സന്തോഷിക്കാറുണ്ട്. കാരണം ആ പിള്ളേർ ഇതുപോലെ പറഞ്ഞു നിൽക്കാനും ഞങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം അതിലപ്പുറവും പറയാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അത് മലയാളത്തിൽ തന്നെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആക്കിയെടുക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം പറയല്ല എന്നാൽ തന്നെയും കേരളത്തിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജയിച്ച് ഒരാൾ മന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഇതിന് ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ ഒന്നുമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിയാവാനോ വന്നു കയറി 2 ദിവസത്തിനകം ഒരു തീരുമാനമെടുക്കുന്നു. അതേക്കുറിച്ച് ആ തീരുമാനം റൈറ്റ് ആവാൻ സാധ്യതയുണ്ടോ, റോങ് ആവാൻ സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും അത് ഒരു നല്ല ഡിസിഷൻ ആയിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണെങ്കിൽ അവരെടുക്കുക അങ്ങനെ ഉണ്ടാകുന്ന ഒരു മന്ത്രിയായിരിക്കും യഥാർത്ഥത്തിൽ ഒരു നല്ല മന്ത്രി, ഒരു ജനകീയ മന്ത്രിയായിട്ട് വരാൻ പറ്റുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അവർ രാഷ്ട്രീയക്കാരാകാനോ പൊളിറ്റീഷ്യൻസ് ആകാനോ വേണ്ടി പറഞ്ഞതല്ല, ആയാലും കുഴപ്പമില്ല. അല്ലല്ലോ, തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു നേതൃപാഠവും അവർക്കുണ്ട്. രാഷ്ട്രീയം നമ്മൾ ബൈ ചാൻസിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള പക്ഷേ ഇവിടെ തന്നെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു ഷാഡോ ആയിട്ട് ഒരു മന്ത്രി ഉണ്ടാവും. അതൊരു 4-5 വർഷം അതിന് ഷാഡോ ആയിട്ട് നിൽക്കുന്ന ആളാണ് മന്ത്രിയാവാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ കുറേയെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിരിക്കണം അല്ലേ? ഈ പെട്ടെന്നൊരാൾ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നിട്ട് മന്ത്രിയാവുന്നു, ഒരാഴ്ചയ്ക്കകം തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റാൻ സാധ്യതയുണ്ടെന്നാണ്. മറ്റുള്ളവർക്ക് അവരെ തെറ്റിക്കാനും വളരെ എളുപ്പം കഴിയും.
അതേസമയം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ അനുഭവത്തിലൂടെയും വരുന്നവർ ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ തെറ്റിലേക്ക് പോവുകയുമില്ല. അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളൊരു ലീഡറിനെ ഉണ്ടാക്കിയിരുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു സംഘടന ചെയ്യുന്ന ഒരു പ്രധാന കാരണമാണ് ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അവർക്ക് സമൂഹത്തിൽ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് ജോലിക്ക് സാധ്യതകൾ കൂടുതലുണ്ടാകുന്നു. ഒരു ജോലിക്ക് പോയാൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു. അതെല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നു. പക്ഷേ UK യൂത്ത് പാർലമെന്റിന് വേണ്ടി നിന്നായിരുന്നു. ഒരിക്കലും ഞാൻ ജയിക്കാൻ വേണ്ടി നിന്നതല്ല, പക്ഷെ അവത്തിൽ നിന്ന് എനിക്ക് കുറേ റെക്കഗ്നേഷൻ കിട്ടി. ജയിക്കാൻ വേണ്ടിയല്ലായിരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലം ബെറിയ. അപ്പോൾ അവിടെ ഉണ്ട്, സ്കൂളിലുണ്ട്, എല്ലാ പിള്ളേരും ഇതിൻ്റെ അകത്ത് വോട്ടൊക്കെ ചെയ്തായിരുന്നു. അതിൽ കൂടെ എനിക്ക് ഒന്നും കൂടെ എല്ലാവർക്കും എന്നെ ഇപ്പം അറിയാൻ സാധിച്ചു. ആൻഡ് ഈ മുമ്പ് റേസിസത്തിനെ പറ്റി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒന്നും കൂടെ സംസാരിക്കാനും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടുതൽ ഇപ്പം കോൺഫിഡൻസ് കിട്ടി. നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സംഘടന കൊണ്ട് നേടാൻ കഴിയുന്നത് കമ്മ്യൂണിറ്റി കൊഹേഷനാണ്. നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷ് ജനതയായിട്ട് ഇടപഴകാൻ കഴിഞ്ഞു. അവർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം മാറാൻ സാധിച്ചത് ഈ സംഘടന വഴിയാണ്. പ്രോഗ്രാമിൽ വന്ന ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഫാദേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ പ്രസംഗത്തിലൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മൾ കമ്മ്യൂണിറ്റിയായിട്ട് ഇടപഴകി പോകുന്നത് കൊണ്ട് ആണ് നമുക്ക് ഇങ്ങനെ പരിപാടികൾ നടത്താൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതും അവർക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ. ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കാൻ സംഘടന കാര്യമൊന്നും ഒറ്റയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ അത്ര ഇതില്ല. അല്ല, പ്രധാനമായിട്ടും അവർ നമ്മളെ കാണുമ്പോഴത്തേക്ക് പാക്ക് ചെയ്യുന്നല്ലേ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നവരാണെന്നൊന്നും അവർക്കറിയില്ല. എല്ലാവരെയും ഒന്നായിട്ട് കാണുകയും സംഘടനയായിട്ട് അവരുമായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കൂടുതലായിട്ട് അതുപോലെ സംഘടന കൂടുതൽ തലങ്ങളിലേക്ക് വളരുന്നു. അതിന് ഓരോ മെമ്പേഴ്സും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് ഉയരങ്ങളിലേക്ക് പോകുന്നത്, ഓരോ കാര്യങ്ങളും വിജയിച്ച് പോകുന്നത്. താങ്ക് യു. സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്താണ് പറയുന്നത്? താങ്കൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ സംഘടന കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മാഞ്ചസ്റ്ററിലെ യൂത്ത് ആണ് ഈ MKCയുടെ ശക്തി എന്ന് പറയുന്നത്. മാഞ്ചസ്റ്ററിലെ യൂത്തിനെ കുറിച്ച് പറയുമെങ്കിൽ UK ഒരു കലാമണ്ഡലം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം മാഞ്ചസ്റ്ററിലെ ഈ KCYL. കാരണം അത്രയ്ക്കും എക്യുപ്ഡായിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഈ KCYL. ഇപ്പോൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യണമെങ്കിൽ ആർക്കൊക്കെ കൊടുക്കുമെന്ന ഒരു സന്ദേഹമാണ് ഭാരവാഹികൾ. കാരണം എല്ലാവർക്കും കഴിവുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കണ്ടു കാണും ഒരു പ്രോഗ്രാം തന്നെ 10-20 കുട്ടികളെ വെച്ചുകൊണ്ട് ചെയ്യുന്നത്. കാരണം ആരും അവോയ്ഡ് ചെയ്യാനില്ല, എല്ലാവരും എക്യുപ്ഡായ കുട്ടികളാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ടാലൻറ്റ് കോൺടെസ്റ്റിലായാലും വേറെ ഒരു പുറത്തൊരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിലും മാഞ്ചസ്റ്ററിലെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്ക് ഒരു പേടിയാണ്. കാരണം അത് ഒരു കലാമണ്ഡലം എന്ന ആൾക്കാർ അത് നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. കാരണം അത്ര എക്യുപ്ഡായ കുട്ടികളാണ്. അത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഈ ഓരോ പേരൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവർ പ്രാക്ടീസിന് വിടാനും അങ്ങനെ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം. അത് ആണ് ഈ സംഘടന ഒരു വിജയമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. മാഞ്ചസ്റ്റർ ക്നാനായ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം. Everybody's looking for a happy ending. Happy ending, happy ending. हर कहानी की हो happy ending. दस्तक वो शोहरत की हो, कभी जो छत पे यूं ही छम छम हुई तो बारिश वो दौलत की हो. तो जैसे हो